ഗുഡ് ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് എല്ലാവരും മോർണിംഗ്. എന്താണ് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഗുഡ് മോർണിംഗ്. യെസ്, നല്ല അതെ, വിശേഷം. നമ്മൾ മനോഹരമായിട്ടുള്ള മറ്റൊരു ദിവസത്തിലൂടെ വന്നിരിക്കുകയാണ് അല്ലെ, പുതിയൊരു ടോപ്പിക്കുമായിട്ട്. അതായത് നമ്മൾ എന്ന് തുടങ്ങുന്നത് തന്നെ നമുക്കൊരു APJ അബ്ദുൽ കലാമിന്റെ ഒരു കോട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് ഒരു ജീവിതത്തിന്റെ ഒരു പേജാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്നാൽ അദ്ദേഹം പറയുന്നത് ആ ഒരു പേജ് ചിലപ്പോ നമ്മൾ ചെറിയൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ, പക്ഷെ ആ ഒരു തെറ്റ് തെറ്റ് മാത്രമാണ്. പക്ഷെങ്കിൽ ആ തെറ്റ് നമ്മളൊരു ആ പൂർണ്ണമായിട്ടുള്ള പുസ്തകമായിട്ട് കണക്കാക്കരുത് എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. തെറ്റ് മനസ്സിലാക്കുക, ആ നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അദ്ദേഹം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവത്തിലൂടെ ചെറിയ രീതിയിൽ ആശ്വാസം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ മെന്റാലിറ്റിന്റെ ശക്തികൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മള് ഈ ഒരു പ്രഭാതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ചിന്തകളുമായിട്ട് ഈ ഒരു സുപ്രഭാതം നമ്മൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ എങ്ങനെയാണ് എണീക്കുന്നത്, നമ്മളെ ചിന്തകൾ ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ അടിസ്ഥാനമായിരിക്കും നമുക്ക് ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, അതിന്റെ ഒരു ബേസ് വെച്ചായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ദിവസങ്ങളും മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതേപോലെ ഈ ഒരു സെഷനിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഇന്നത്തെ സെഷനിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിന്ന് സെഷൻ എടുക്കാൻ വന്നിട്ടുള്ളത് ഷമീന മാം ആണ്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആണ്, പാർട്ട് ഓഫ് വിമ്പിൾ കൂടെ ഉള്ളവരാണ്. അദ്ദേഹത്തിന്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ഷെയിം ആണ്. ഷെയിം എന്ന് പറയുന്നത് നമ്മളോട് തന്നെ പറയുന്ന, അല്ലെങ്കിൽ ഷെയിം എന്ന വാക്ക് നമ്മൾ ഉള്ളിൽ നമുക്ക് പറയുന്ന ഒരു ശബ്ദമായിട്ടാണ് ഞാനൊക്കെ കാണാറ്. കാരണം എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഞാൻ ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസിലേക്ക് പറയാനും അത് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരാനും ഷമീന മാമിനെ വെൽക്കം ചെയ്യുന്നു. മാം പ്ലീസ്. താങ്ക് യു. താങ്ക് യു സർ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവർക്കും സുഖമാണോ? യെസ്. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ഷമീന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു വിമ്പിളിൽ തന്നെ. അപ്പോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് ഷെയിം, നമ്മൾ നാണക്കേടിന്റെ വില എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നൊരു നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത്? സന്തോഷം, ദേഷ്യം, സങ്കടം, പേടി. അതെ, നമുക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പേടി, ദേഷ്യം, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട് അല്ലെ? അങ്ങനെ നമുക്ക് നമ്മളെ ബ്രെയിനെ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ശരിക്കും ഷെയിം എന്ന് പറയുന്നത്. അത് ഇപ്പൊ നമ്മളിൽ എന്തോ ഒരു തെറ്റുണ്ട് എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഷെയിം എന്ന് പറയുന്നത്. അത് നമ്മുടെ പേഴ്സൺസിന്റെ ഐഡന്റിറ്റിയെയും നമ്മളെ ഒരു ആത്മാഭിമാനത്തിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ
ഷെയിം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു സ്മോൾ ആണ് അല്ലെങ്കിൽ നമ്മളൊരു ചെറുതായിട്ട് തന്നെ നമുക്ക് തോന്നും, നമ്മളെ മറ്റുള്ള ആളുകളിൽ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മളെ കൊള്ളില്ല അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ എന്നെ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളതിൽ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഷെയിം വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് നമ്മളിത് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷെയിം എന്നുള്ള വാക്കിന് ഓരോ ലെറ്റേഴ്സിനും ഞാനിവിടെ ഓരോ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. എസ് എന്നുള്ളതിന്റെ മീനിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സീ യുവർ സെൽഫ് ആസ് നോട്ട് ഗുഡ് ഇനഫ്, ഞാനും മതിയാകുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഷെയിം വരുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് ഇപ്പൊ എന്നിലൊരു തെറ്റുണ്ട് എന്ന് ഉള്ളൊരു തോന്നൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെടും അല്ലെ. നമ്മളെ സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മളെന്താണ്, ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാനൊരു വർത്ത്നെസ് എനിക്കില്ല, എനിക്കൊരു വാല്യൂ ഇല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ എസ് എന്നുള്ള ലെറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ നല്ലതല്ല എന്നൊരു ഫീലിംഗ് നമുക്ക് വരുന്നതാണ്. അതുപോലെ എച്ച് എന്ന വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈഡിങ് ഫ്രം അതേഴ്സ്, മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്തിട്ട് മറഞ്ഞു നിൽക്കുക. അതായത് ഇത്തരത്തിലുള്ള ഒരു ഷെയിം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ നമുക്ക് എസ്കേപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് വരും. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ, അതൊക്കെ കാരണം നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഒരു വിഡ്രോവൺ ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് ശരിക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എ എന്നുള്ളത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്താണ്, അറ്റാക്കിങ് യുവർ സെൽഫ് വിത്ത് നെഗറ്റീവ് തോട്ട്സ്, നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്ന നെഗറ്റീവ് ചിന്തകൾ നമുക്ക് വരികയാണ്. അതായത് നമ്മളെ അറ്റാക്ക് ചെയ്യാണ് അല്ലെ, സെൽഫ് ക്രിറ്റിസിസത്തിലൂടെ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള ജഡ്ജ്മെന്റിലൂടെ, പേഴ്സിസ്റ്റന്റ് ആയിട്ടുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക്, നമ്മളെ തന്നെ ഞാൻ ചെയ്തത് ശരിയല്ല, ഞാൻ തെറ്റാണ്, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് തന്നെ നെഗറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതാണ് അറ്റാക്കിങ്, നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുക വിത്ത് നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എം എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൈൻഡ് ഫിൽഡ് വിത്ത് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. അതായത് നമ്മളെ മൈൻഡ് മൊത്തം എന്താണ്, ഒരു മറ്റുള്ള ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യുമോ, വിധി എഴുതുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം നിറയാണ് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കൊരു വെറീസ് വരും, നമ്മളെ ചിന്തകൾ മാറും, നമുക്ക് ആങ്സൈറ്റി വരും, നമുക്ക് സോഷ്യൽ ഫിയറും ഓവർ തിങ്കിങ് ഒക്കെ വരും അല്ലെ. മറ്റുള്ള ആളുകളിലോട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പേടിയായിരിക്കും, അവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നൊക്കെ ഉള്ള ഒരു പേടി ഭയവും ഒക്കെ നമ്മളെ മനസ്സിൽ വരും. അതാണ് എം എന്നുള്ള ലെറ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഈ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇമോഷണൽ പെയിൻ ദാറ്റ് ഫീൽസ് ഹെവി ഇൻസൈഡ്. ഇപ്പൊ നമുക്ക് സങ്കടം വന്നാലും നമുക്ക് എന്താണ്, ഭയങ്കരമായിട്ടുള്ള ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭാരം നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഭാരം ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവാനോ കഴിയില്ല. അപ്പൊ നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പൊ ഇമോഷണൽ പെയിൻ ഒരു ഹെവി ആയിട്ട് നമുക്ക് അവിടെ വരികയാണ്. അപ്പൊ ഇതാണ് ഷെയിം എന്നുള്ള വേർഡ് കൊണ്ട് ഓരോ ലെറ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഷെയിം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷെയിം നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ മൊത്തത്തിൽ എല്ലായിടത്തും എക്സ്പോസ്ഡ് ആയി, നമ്മളെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സുരക്ഷിതമല്ല, ഒരു അൺസേഫ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ എന്താണ്, എല്ലാവരും എന്നെ എന്താണ് ബാഡ് ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്, ഒരു മോശമായിട്ടാണ് എല്ലാവരും എന്നെ ചിത്രീകരിക്കുക അല്ലെ എന്നെ കാണുന്നത് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. മറ്റുള്ള ആളുകളിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഐസൊലേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. നമ്മളുടെ ഹോപ്പ്, നമ്മളെ പ്രതീക്ഷകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, നമ്മളൊരു നിരാശയിലോട്ട് എത്തിപ്പെടും. അപ്പോൾ
ഒരു മനുഷ്യനെ ഇത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഷെയിം എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതായത് നമ്മളെ മൈൻഡിനെ മാത്രമല്ല, നമ്മളെ ഇമോഷൻസിനെ, മൈൻഡിനെ, ബിഹേവിയേഴ്സിനെ. നമുക്കറിയാം നമ്മളെ ചിന്തകളാണല്ലേ, നമ്മളെ ചിന്തകൾ നമ്മളെ ഇമോഷൻസ് ആയിട്ട് മാറും, നമ്മളെ ഇമോഷൻസ് നമ്മളെ പെരുമാറ്റങ്ങളായിട്ട് മാറും. അപ്പോൾ ഷെയിം ഇത് നമ്മളെ മൈൻഡിനെ വല്ലാതെ എഫക്ട് ചെയ്യും. അതൊരു ഡാർക്ക് മെന്റൽ സ്റ്റേറ്റിലോട്ട്, നമ്മളൊരു മെന്റൽ സ്റ്റേറ്റ് തന്നെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലോട്ട് അതിൽ നമ്മൾ എത്തപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. സോ ഇങ്ങനെയാണ് ഒരു ഷെയിം നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഇപ്പൊ റീസെന്റ് നമുക്ക് നടന്നിട്ടുള്ള ഒരു കേസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടെ നമുക്കൊന്ന് ക്ലാരിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഒരു സമ്മറി നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന കേസാണ്. അപ്പൊ ദീപകിന്റെ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ളൊരു ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു കേസാണ്. അപ്പൊ ഒരു ലേഡി ബസ്സിൽ സെക്ഷൽ അസോൾട്ട് ദീപകിനെതിരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെന്താണ്, അത് പെട്ടെന്ന് തന്നെ വൈറലായി, അതിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടി, അതിന് പെട്ടെന്ന് തന്നെ ഒരുപാട് റിയാക്ഷൻസ് വന്നു, ഒരുപാട് പേര് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നു. അപ്പോൾ ദീപകിന് ഈ വീഡിയോ കാണാനിടയായി അദ്ദേഹത്തിന് ഇതൊരു പബ്ലിക് ഹ്യൂമിലിയേഷൻ ആയിട്ട് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും അദ്ദേഹം ഒരു പബ്ലിക്ലി അയാളെ എല്ലാവരും ഒരു മോശക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഒന്നും ശരിക്കും ലീഗലി നടന്നിട്ട് പോലുമില്ല, ഇവൻ ദോ എല്ലാവരും അയാളെ ജഡ്ജ് ചെയ്യപ്പെട്ടു. സോ ഈ ഒരു കേസും ഇവിടെ ഷോ ചെയ്യുന്നുള്ള ഒരാളെ പബ്ലിക് ഷെയിം എങ്ങനെ ഒരാളെ മൈൻഡിനെ എത്രത്തോളം ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്നു ഉള്ളതാണ്. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്ത്, ഈ ഒരു ഹ്യൂമിലിയേഷൻ താങ്ങാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്യൂസിഷൻസ് എന്ന് പറയുമ്പം അത് ഓൺലൈനിലൂടെ ആവുമ്പോൾ അത് ഒന്നും കൂടി സ്പ്രെഡ് ആവും. നമ്മൾ ഓഫ്ലൈന് വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അറിയും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ മറന്നു തുടങ്ങും. പക്ഷെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, വളരെ ഡാമേജ് ഒരാളിൽ ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്യണം, അയാൾ അറിയില്ല, അയാൾ എന്താണെന്ന് അറിയില്ല, ഇവൻ ഇത് പെട്ടെന്ന് തന്നെ ആളുകൾ എല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സത്യം എന്ന് അറിയുന്നില്ല, അതിന് അറിയാതെ അത് റിയാക്ട് ചെയ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ റൂമേഴ്സ്, കൊമന്റ്സ് ഒക്കെ നിറയാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. അതും വിത്തിൻ സെക്കൻഡ്സ് ആണ് അത് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ ഒരു ഷെയിം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണ് എല്ലാവരും എനിക്കെതിരാണ്, എനിക്കൊരു വിലയുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല, എൻ്റെ ഭാവി എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ദാറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ഷെയിം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡെസ്ട്രോയ് സമ്മൺസ് ഓണർ. നമ്മൾ ഇത്രയും കാലം നേടിയെടുത്തിട്ടുള്ള ഒരു ഹോണർ ഉണ്ട്, ഒരു ആത്മാഭിമാനം ഉണ്ട് അല്ലെ, ഒരു ഹോപ്പ്, ലൈഫ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാണ്, നമുക്കൊരു ഷെയിം വരുമ്പോൾ ഒരു ഡെസ്ട്രോയ് ചെയ്യപ്പെടുകയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു മനുഷ്യന്റെ ലൈഫ് തകർക്കാൻ ഈ ഷെയിമിന് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അത് ബാഡ്ലി സിവിയർ ആയിട്ട് എഫക്ട് ചെയ്യുകയാണെങ്കിൽ. ദെൻ ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷെയിമിനെ നമ്മൾ പബ്ലിക്കലി ഒരാളെ ഹേർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു എമ്പതി നമുക്കുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സെനാരിയോ ഒക്കെ മാറിയേനെ അല്ലെ. അതായത് ഇപ്പൊ ഒരു എമ്പതി എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെ വികാരങ്ങളെ നമ്മൾ കരുണയോടുകൂടി കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് എമ്പതി എന്ന് പറയുമ്പോൾ. അതായത് അവരുടെ ഫീലിങ്സ് അവരൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണാന്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പല കാര്യങ്ങളിലും കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ, ഡൗൺ ടു ബേർത്ത് ആവാനും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാനും പല കാര്യങ്ങളും നമുക്ക് വേറൊരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ സാധിക്കും. സോ എമ്പതിയിലെ മീനിങ്ങും ഇതുപോലെ തന്നെ ഓരോ ലെറ്റേഴ്സിനും ഓരോ അർത്ഥമുണ്ട്. അതുപോലെ ഈ എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻറ്ററിങ് ഇൻ ടു അനദർ പേഴ്സൺസ് ഫീലിംഗ് എന്നാണ്. നമ്മൾ മറ്റുള്ള ഒരാളുടെ വികാരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സോടുകൂടി പ്രവേശിക്കുക എന്നുള്ളതാണ്.
നമ്മളെ ഫീലിങ്സ് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ആളുകളുടെ ഫീലിങ്സ് ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്താണ് പ്രവേശിക്കുക, എൻ്റർ ചെയ്യുക. ദെൻ എം എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മറ്റുള്ള ആളുടെ മനസ്സിലോട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവരുടെ തോട്ട്സ് എന്താണ്, അവരുടെ ചിന്തകളോട് എന്തൊക്കെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ ഫിയേഴ്സ് ആണ് അവർക്കുള്ളത്, എന്തൊക്കെ ഇന്നർ എക്സ്പീരിയൻസുകൾ അവരിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് മൈൻഡ് ഓഫ് അനദർ പേഴ്സൺ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ പി എന്നുള്ള ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലെറ്റർ പുട്ട് യുവർ സെൽഫ് ഇൻ ദയർ പ്ലേസ്. നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളെ ചിന്തിക്കുക, അല്ലെ? അവരുടെ സിറ്റുവേഷൻസിൽ നമ്മൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരാളെ കെയറോട് കൂടി കാണാനും സ്നേഹത്തോടു കൂടി കാണാനൊക്കെ നമുക്ക് സാധിക്കും. ലെറ്റർ എ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അക്നോളജിങ് ദെയർ ഇമോഷൻസ്. അവരുടെ വികാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക, അംഗീകരിക്കുക. അവരെ റെക്കഗ്നൈസ് ചെയ്യാനും അവരുടെ ഇമോഷൻസിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നതിനെയാണ് അക്നോളജിങ് ദെയർ ഇമോഷൻസ് എന്ന് പറയുന്നത്. ദെൻ ടി മീൻസ് ട്രൈ ടു ഹാർഡ് മീൻസ് അവരെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ജെന്യുവിൻ ആയിട്ടൊരു എഫേർട്ട് ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കും. മനുഷ്യരാണ്, പലർക്കും പല വൈരുദ്ധ്യങ്ങളും പല ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയും നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. അതിനനുസരിച്ച് നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദെൻ എച്ച് എന്ന വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹിയറിംഗ് ദം വിത്തൗട്ട് ജഡ്ജിങ്. നമ്മൾ വിധി എഴുതപ്പെടാണ്ട് അവരെ ജഡ്ജ് ചെയ്യാണ്ട് അവരെ കേൾക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, അവർ സംസാരിക്കുക അല്ലെങ്കിൽ അവരെ കേൾക്കുമ്പോൾ ക്രിട്ടിസൈസിങ് മൈൻഡോട് കൂടി ചെയ്യരുത്. അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. അവർ സംസാരിക്കുന്ന സമയത്ത് അവരെ കേൾക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ അവര് തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, തെറ്റോ ശരിയോ ഒക്കെ ഓക്കെ, പക്ഷെ നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് അവരെ കേൾക്കാൻ കഴിയുമ്പോഴാണ് എമ്പതി വർക്ക് ചെയ്യുന്നത്. ദെൻ വൈ എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യുവർ ഹാർട്ട് കണക്റ്റിംഗ് വിത്ത് ഇയേഴ്സ്. നമ്മുടെ ഹൃദയം മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒരു കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കെയർ വരും, ഒരു റിയൽ ഹ്യൂമൻ കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാണ്ട് ഒരു സുപ്പീരിയോറിറ്റി കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റിലേഷനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എമ്പതി എന്നുള്ളത് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് ഒരാളുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം അയാളുടെ വികാരങ്ങളിലേക്ക് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുക, പിന്നെ അയാളുടെ മനസ്സിലോട്ട് പ്രവേശിക്കുക. അതുപോലെ തന്നെ മൈൻഡിൽ എന്താണ്, അയാളുടെ തോട്ട്സ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സ്ഥാനത്ത് നമ്മളാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അവരുടെ വികാരങ്ങളെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ജെനുവിൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ പേഴ്സ്പെക്റ്റീവിൽ. അതുപോലെ തന്നെ അവരെ ഒരു ജഡ്ജ്മെന്റും ഇല്ലാണ്ട് നമുക്ക് അവരെ വിധി എഴുതാണ്ട് നമ്മൾ അവരെന്ത് ചെയ്യുക, കേൾക്കുക. ദെൻ നമ്മളെ ഹൃദയം കൊണ്ട് അവരെ നമ്മളെ ഹൃദയത്തിലോട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഒരു എമ്പതി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ എമ്പതി നമുക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ സഹായം നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒരാളെ കേൾക്കാൻ പറ്റും അല്ലെ? ആദ്യം തന്നെ ഒരാൾ നമുക്ക് ഇതാകുമ്പോൾ നമ്മൾ ജഡ്ജ്മെന്റ് അല്ല ചെയ്യുക, നേരെ അയാളെ കേൾക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യില്ല, എമ്പതി എന്നുള്ളൊരു ഇമോഷൻ നമുക്ക് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ള ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഒരാൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ കേൾക്കാതെ അവരെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ആ ആൾക്ക് എന്താണോ കേൾക്കുന്നത്, കേൾക്കാനുള്ളത് അല്ലെ പറയാനുള്ളത്, അത് നമ്മൾ കേൾക്കാൻ നമുക്ക് എമ്പതി ഉണ്ടെങ്കിൽ കഴിയും. അതുപോലെ അവരുടെ സ്ട്രഗിൾസിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നിൽക്കാനും ഈ എമ്പതി ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ്. ദെൻ എങ്ങനെയാണ് നമ്മുടെ ഷെയിമും എമ്പതിയും ഉള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ്സ് എന്നൊക്കെയാണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഷെയിം എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റുള്ളവരെ ഹേർട്ട് അല്ലെ, ഒരു ഹ്യൂമിലിയേഷൻ, ഒരു പബ്ലിക് ഹ്യൂമിലിയേഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് നമ്മളെ ഡിഗ്നിറ്റി, ഒരു ആത്മാഭിമാനത്തിനെ വളരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എമ്പതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഡിഗ്നിറ്റിയെ, ഒരു ആത്മാഭിമാനത്തിനെ റെസ്പെക്ട് ചെയ്യാണ് എമ്പതി ചെയ്യുക.
പക്ഷെ ഷെയിമിലാണെങ്കിൽ നമ്മൾ നിങ്ങൾ തെറ്റാണെന്നുള്ള ഒരു ഇതാണ് വരുന്നത്, നമ്മൾ തെറ്റാണെന്നുള്ള. പക്ഷെ ഇവിടെ വരുമ്പോൾ എമ്പതിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഞാൻ നിന്നെ കേൾക്കാന്നുള്ള ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ അത് പറയും നമ്മൾ. ഷെയിമിൽ പിന്നെ ഒരു ജഡ്ജ്മെന്റ് ആണ്. എമ്പതിയിൽ നമുക്ക് അവരെ മനസ്സിലാക്കാനും അവരോടൊരു കരുണയോട് കൂടി പെരുമാറാനും നമുക്ക് സാധിക്കും. അതുപോലെ ഷെയിമിൽ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും, അല്ലെങ്കിൽ അവരൊറ്റപ്പെട്ട് നിൽക്കും. പക്ഷെ എമ്പതി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് എന്നൊക്കെ പറയുന്നത് ഷെയിം ആൻഡ് എമ്പതി. ദെൻ പ്രൈസ് ഓഫ് ഷെയിം എന്നുള്ളതിൽ ഇവിടെ നമുക്കൊരു ഷെയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മളെല്ലാ പ്രതീക്ഷകളും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളൊക്കെ എന്ത് ചെയ്യാണ്, ഡെസ്ട്രോയ് ചെയ്യുകയാണ്. അതുപോലെ നമ്മളെ മെന്റൽ പീസ്, നമുക്കൊരു മെന്റൽ പീസ് ഉണ്ട്, അതിനെ തകർക്കുകയാണ് ഈ ഷെയിം ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് വിഡ്രോ ചെയ്ത് നിൽക്കാനും മറ്റുള്ള സമൂഹത്തിലോട്ട് ഇറങ്ങാനൊരു പേടി നമുക്ക് തോന്നും. അതിൽ നിന്ന് നമുക്കൊരു നിരാശ തോന്നും. അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഷെയിം നമ്മളെ സിവിയർ ആയിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എക്സ്ട്രീം കേസുകളിൽ ഇത് ഒരുപാട് പേര് ഷെയിം അനുഭവിച്ചിട്ട് സൂയിസൈഡും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു പ്രൈസ് ഓഫ് ഷെയിം എന്ന് പറയുമ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഫീലിംഗ് അല്ല, ഇവിടെ ഒരു ഭയങ്കര ഒരു ദുരന്തമാണ് ശരിക്കും നടക്കുന്നത്. നമ്മളെ ലൈഫ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളെ കോൺഫിഡൻസ് പോകുന്നു, നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് പോകുന്നു, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മളെ ലൈഫിനെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അത് സൂയിസൈഡ് ചെയ്യാനും റെഡിയാവും. അതുപോലെ ഇപ്പൊ ഈ ദീപകിന്റെ കേസിലൊക്കെ ആണെങ്കിലും ഇവിടെ ഈ ഒരു രീതിയിലാണ് ഇവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ നമുക്ക് എമ്പതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യായിരുന്നു, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അധികം ഷെയർ ചെയ്യില്ല. അതുപോലെ ഫോർവേഡ് ചെയ്യാനോ ജഡ്ജ്മെന്റ് ചെയ്യാനോ ഒന്നും നിൽക്കൂല. എന്താണ് ഫാക്ട്സ്, എന്താണ് സത്യങ്ങൾ എന്ന് അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ജഡ്ജ് ചെയ്യില്ല. അതുപോലെ എന്താണ്, ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്, ഇൻ കേസ് അക്യൂസേഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള ഒരു മാന്യത നമ്മൾ കാണിക്കും. അതുപോലെ അവരോട് റെസ്പെക്റ്റും അവരെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കും. അവരോട് നമ്മൾ അവരുടെ ദോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തല്ല നമ്മൾ ചെയ്യുക. അവരോട് എമ്പതിയോട് കൂടി നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പൊ എമ്പതി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഷെയിം എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മളെ ലൈഫിനെ ഡെസ്ട്രോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മളെ ജീവിതത്തിന്, ഒന്ന് നമ്മളെ ജീവൻ എടുക്കാനും സാധ്യതയുണ്ട്, മറ്റൊന്ന് നമ്മളെ ജീവിതത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷനിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഓഫ് ഷെയിം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഇപ്പോൾ ഒരാളെ നമ്മൾ ഹേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിനെ അത് ബാധിക്കുന്നുണ്ട്, അവരുടെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, എമ്പതി വളർത്തിയിട്ട് നമ്മൾ അവരെ ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യാതെ ഇരിക്കുക. ഒരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമുക്കത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്തകൾ നമ്മളിലോട്ട് വരിക. അപ്പോൾ എമ്പതി വളർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും, കരുണയോടുകൂടി നമുക്ക് ഒരാളോട് പെരുമാറാൻ പറ്റും. അതുപോലെ പേഷ്യൻസ്, നമുക്ക് നല്ല ക്ഷമ എല്ലാവരോടും എല്ലാവരും കേൾക്കാനും ഒക്കെ നമുക്കുണ്ടാവും. സോ നമ്മൾ ഇവിടെ എന്താണ്, എമ്പതി ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്, നമ്മൾ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാണ്, അല്ലാണ്ട് ഒരു ബന്ധം അവിടെ തകർക്കല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എമ്പതി ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് മനുഷ്യത്വം ഉണ്ടാവും. മനുഷ്യത്വം ഉണ്ടാകുമ്പോൾ എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണ്, മതം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. സോ ആ മതം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ കൺവേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു. ഹലോ. യെസ്, ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ.
അതായത് ഷെയിമിനെ പറ്റി അതിന്റെ ബിഹൈൻഡ് ഉള്ളത് എന്താണ് എന്ന് ഡീപ്പായിട്ട് പറഞ്ഞു തന്നു. അത് കൂടാതെ അത് എങ്ങനെ അതിനെ നമ്മൾ എമ്പതിയോടുകൂടി അത് മാറ്റിയെടുക്കാം. ശരിക്കും ഷെയിം എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം പോലെയാണ്. നമുക്ക് ഭൂമി വളർന്നു നമ്മളങ്ങ് അകത്ത് പോയാൽ മതി എന്നുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനെയും നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ മറികടക്കണം തീർച്ചയായിട്ടും. ഇപ്പം മറ്റുള്ളവരുടെ നമ്മുടെ കേസിലാണ്, നമ്മുടെ ഓൺ കേസിലാണെങ്കിലും നമ്മൾ ആ ഒരു ഷെയിമിൽ നിന്ന് പുറത്ത് വരണം. ഇനി മറ്റൊരാളുടെ ആണെങ്കിൽ അവരെ ഡെഫിനറ്റ്ലി അവരെ നമ്മൾ എമ്പതിയോടുകൂടി കണ്ടിട്ട് നമുക്ക് നമ്മളോട് ഒരു എമ്പതി വേണം, അതുപോലെ മറ്റുള്ളവരോട് ഡെഫിനറ്റ്ലി ഒരു കമ്പാഷൻ എമ്പതിയൊക്കെ ഫീൽ ചെയ്തിട്ട് അവരെ ആ ഒരു ഷെയിം ഫീലിംഗ് അല്ല, അവരുടെ ഇമോഷൻസ് ഒക്കെ വാലിഡേറ്റ് ചെയ്തിട്ട് അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്, സപ്പോർട്ടാണ് ചെയ്യേണ്ടത്, ഹ്യൂമാനിറ്റി ആണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് what you have explained. So very good. ഡീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ you went through that full in depth ആയിട്ട് അത് പോയി. നല്ല എഫേർട്ട്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. I'm sure it's something that makes everyone think. Okay, thank you, congratulations. Thank you, ma'am. Thank you. Good morning, Shamina ma'am. Good morning, നല്ലൊരു ma'am. ടോപ്പിക് നല്ല രീതിയിൽ മാം എടുത്തു. പക്ഷെ എൻ്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദീപകിന്റെ കേസ് പറഞ്ഞില്ലേ മാം, അപ്പോ എനിക്ക് അതിൽ ഫീൽ ആയത് എവിടെയോ നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങില് നമ്മളുടെ കുട്ടികളെ ചെറുപ്പത്തൊട്ടിട്ട് ചാലഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ ഷെയിമൊക്കെ വരുമ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളുടെ ടീച്ചേഴ്സ് നമുക്ക് ചെയ്യും, പേരൻസ് ചെയ്യും അല്ലേ, പിന്നെ നമ്മളുടെ ലൈഫ് പാർട്ട്ണറും നമ്മളെ പലപ്പോഴും ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ ഈ ഇതിന് നമ്മളുടെ മൈൻഡിന് എങ്ങനെ അത് മാറ്റി എടുക്കാന്നുള്ളത്, അതേ രീതിയിൽ ഇപ്പൊ ദീപക് പോലെ ഒരു കേസിലാവുമ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ ലോ എന്ന് പറഞ്ഞത് ഉണ്ട് നമ്മളുടെ സൊസൈറ്റിയിൽ. ഈ ലോ അറിയാത്ത കൊണ്ട് പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ ലോ ത്രൂ ചാലഞ്ചസ് എടുക്കാനുള്ള ഒരു മനോധൈര്യം വേണം. ബിക്കോസ് അത് ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ ഇങ്ങനത്തെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഉള്ളപ്പോ ഇവര് ഇങ്ങനെ ഒരു എമോഷണലി വാട്ട്സ് ഹേർട്ട് ആവുന്ന ആൾക്കാരനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി നമ്മൾ കാണാൻ പറ്റും. സോ അതുകൊണ്ട് ചെറുപ്പത്തൊട്ടന്നെ നമ്മളുടെ കുട്ടികൾക്ക് ലോനെ കുറിച്ചിട്ട് പറയാ, ഡോണ്ട് ഫീൽ ഹേർട്ട്, ഈ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള ഒരു ഫീലിംഗ് ഈ ദീപകിന്റെ കേസിൽ എനിക്ക് ഫീൽ ആയത്. അതേ രീതിയിൽ ഇപ്പൊ നിസാവ് സർ ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ പലരും ഇവിടെ എക്സ്പേർട്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. ദാറ്റ് ഈസ്, ഈ ഷെയിം ഒരു ജനറേഷൻ ടു ജനറേഷൻ മാറ്റം ഉണ്ടോ? ബിക്കോസ് ഞാനൊക്കെ വളർന്നു വരുമ്പോ പല കാര്യങ്ങളും ഒരു ഷെയിമാണ് ഫീൽ ചെയ്തൊക്കെ ഇന്നത്തെ ജനറേഷനിൽ അതൊരു ഷെയിം ആണെന്ന് ഫീൽ ആവണില്ല. വെദർ ഇറ്റ് ഈസ് ജഡ്ജ്മെന്റിന് ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, ഓക്കെ, ബട്ട് സ്റ്റിൽ ഒരു സൊസൈറ്റിന്ന് വരുമ്പോ നമ്മൾ പല കാര്യങ്ങളും ഉണ്ട് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ വരുമ്പോ ഈ പബ്ലിക്ലി പല കാര്യങ്ങളും ഷെയിംഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സോ അത് ഇപ്പൊ നോർമലൈസ് ആയി പോവാണ്. പക്ഷെ ഓൾഡർ ജനറേഷൻ അതൊരു ഷെയിം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. സോ ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടില്ല. ബിക്കോസ് ഒരു ജനറേഷൻ ടു ജനറേഷൻ ഈ ഷെയിം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണോ? അല്ല, പണ്ട് നമ്മൾ ഷെയിമിന് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ അത് സൊസൈറ്റിയിൽ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഫീലിംഗും എനിക്ക് ഇതിന്റെ ത്രൂ ഫീൽ ചെയ്തതാണ്. പിന്നെ ഷെയിം എന്ന് പറയുന്നത് റിയലി സംതിങ് വിച്ച് വി ഷുഡ് ട്രൈ ടു ചാലഞ്ച് ആൻഡ് മൂവ് ഓൺ. ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരു കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പഠിച്ച ഒരാള് യങ്സ്റ്റർ ആയിരുന്നു. ആളിനെ സൊസൈറ്റിയിൽ ആൾ കുറച്ച് ഒരു വീക്ക് മൈൻഡ് ആയിരുന്നു, അത്ര സ്ട്രോങ് അല്ല. എന്റെ കൂടെ എല്ലാത്തിലും പാർട്ട്ണർ ആയിരുന്നു, എന്റെ കൂടെ നല്ല വൈബായിരുന്നു. സോ ആൾ എൻ്റെ അടുത്ത് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്ന ന്യൂസ്
അയാൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റാതെ ഹി വാസ് ഫീലിംഗ് വെരി മച്ച് ഇൻസൾട്ടഡ് അഷെയിംഡ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ് ഹാർഡ്ലി ഹി വാസ് 28-29. അപ്പൊ ഈ ഷെയിം എത്രമാത്രം ഒരാളിനെ ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോ ഇവിടെ അതേ രീതിയിൽ ഇപ്പൊ മാം പറയണത് നോക്കുമ്പോൾ കുറെ റിയൽ കേസ് ദീപകിന്റെ കേസ് വെച്ചില്ലേ, ഞാൻ കണ്ടിരിക്കുന്നത് ഈവൻ പേരൻസ് മക്കള് നോക്കാത്ത കൊണ്ട്, മക്കള് അവരിനെ കെയർ എടുക്കാത്ത കൊണ്ട് പല ഫാമിലീസ്, അത് കാലിക്കറ്റിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഫാമിലിയാണ്, മക്കള് നോക്കാത്ത കൊണ്ട് അവർ അമ്മയും അച്ഛനെയും സൂയിസൈഡ് ചെയ്തു. സോ ദേ ഫെൽറ്റ് അഷെയിംഡ് ടു ഫേസ് ദി സൊസൈറ്റി ബിക്കോസ് ചിൽഡ്രൻ ആർ നോട്ട് ടേക്കിംഗ് കെയർ. സോ എവിടെയോ നമ്മളുടെ ഇടയിൽ ഈ ഒരു ഷെയിം കാരണം ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. എനിവേ ഇറ്റ് വാസ് എ വെരി നൈസ് സെഷൻ. ബെസ്റ്റ് വിഷസ് മാം ആൻഡ് ഡു വെൽ. താങ്ക് യു. താങ്ക് യു മാം. മാം പറഞ്ഞതുപോലെ ഇപ്പൊ ഈ ദീപകിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഇതില് ഇതാണ് ഞാൻ പറഞ്ഞ പല ഇമോഷൻസ് നമുക്കുണ്ട്. പക്ഷെ ചില ഇമോഷൻസ് നമ്മളെ ബ്രെയിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഇപ്പൊ ചില ആളുകൾക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു വലിയൊരു വാല്യൂ ഉള്ള കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടെ ഒരാൾക്ക് ഇമോഷണലി ആള് വീക്കാണെന്ന് നമുക്ക് എല്ലാ കേസുകളിലും പറയാൻ പറ്റില്ല. കാരണം ആൾക്ക് ആ ഒരു പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് ഒരു സെക്ഷൽ അസോൾട്ട് ഒക്കെ ആവുമ്പോൾ അതിന് നമുക്ക് ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആണ്. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിത്രീകരിക്കപ്പെടുക, ലോകം മൊത്തം പെട്ടെന്ന് തന്നെ അത് വൈറലായ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലോട്ട് അത് കയറി വരിക, അങ്ങനെയൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടി പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു നിമിഷം കൊണ്ടാണല്ലേ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ അവിടെ അയാൾ ഇമോഷണലി ഭയങ്കര വീക്കാണെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. ആ ഒരു മൊമെന്റിൽ മേ ബി അയാളുടെ ലൈഫ് അയാൾക്ക് എല്ലാം ഒരു നിരാശയിലോട്ട് പോയത് കൊണ്ട് ഒരു വിത്തിൻ സെക്കൻഡ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും. യെസ് മാം. അതിന്റെ ഇടയില് മാം ഈ പറയണമ്പോ അറ്റ് ദ സെയിം ടൈം രാഹുൽ മാങ്കോട്ടത്തിന്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാം ഈ രാഹുൽ. അപ്പൊ അങ്ങനെ ഒരു ആംഗിൾ ചെന്നിരിക്കുമ്പോ രാഹുൽ മാങ്കോട്ടത്തിന് നന്നായിട്ട് അറിയാം ലോ എന്താണ്, ലോയുടെ ഹെൽപ്പ് എങ്ങനെ എടുക്കാൻ പറ്റും, അയാൾക്ക് എല്ലാ പ്രൂഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ആർ ദേർ. സോ ഈ നമ്മളിപ്പോ രാഹുൽ മാങ്കോട്ടത്തിൽ കാണുമ്പോഴും ഈ ഷെയിംലെസ്സിനുള്ള ഒരു ഫീലിംഗ് വരും അല്ലെ, ഈ സച്ച് എ ഷെയിംലെസ് മാൻ എന്നുള്ളത്. ബട്ട് എനിക്ക് ദീപകിന്റെ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ഫീൽ ആയത്, വൈ ഡോണ്ട് വി ഇൻ ദി സൊസൈറ്റി ട്രൈ ടു ടേക്ക് ചാലഞ്ചസ് ഇൻ ദി ഫോം ഓഫ് ലോ, ആൻഡ് ബിക്കോസ് ദീപകിന്റെ ഫാമിലിക്കാണ് ലോസ്, വേറെ ആർക്കും ലോസ് അല്ല, അവരുടെ പേരൻസ് അനുഭവിക്കുന്ന പെയിനും കാര്യങ്ങളും. So now I think somewhere we should accept in certain circumstances, take help of law, though it's not that easy. Political influence, bureaucratic problems in the society ഉണ്ട്, but still നമ്മൾ mentally strong ആവാന്നുള്ളത് very important ആണ് മാം. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പോ നമുക്ക് ഇന്നത്തെ ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇരുത്തി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ നമ്മുടെ ചന്ദ്രമാൻ പറഞ്ഞപ്പോ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ സംഭവിക്കുന്നത്? കാരണം നമ്മൾ അന്ന് ആ സമയത്ത് വളരുന്ന സമയത്ത് ഒരു പ്രധാനമായിട്ട് ഒരു കുട്ടിക്കാലം, ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് നമുക്ക് ഈ അഡൽട്ട് സ്റ്റേജിലൊക്കെ എല്ലാവരും നമുക്കൊരു പാരന്റിന്റെ ആ ഒരു സ്റ്റൈലും എല്ലാ സൊസൈറ്റിയിൽ നല്ല കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും അതേപോലെ നമുക്ക് എല്ലാത്തിനും ഒരു അഡ്വൈസും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷന് വരുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, എക്സ്ത്രെഡ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ, അവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഫീലിങ്സ് ആണ് അവിടെ ഉള്ളത്. അവിടെ ഇമോഷൻ ഇല്ല. ഇമോഷൻ അല്ല, ഷെയിം എന്ന വാക്ക് ഈ ഒരു ആളുകൾക്കില്ല. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ഒരു കേസ്, ദീപകിന്റെ കേസ്, നമ്മുടെ ഷമീനാമൻ പറഞ്ഞതുപോലെ ഇമോഷണൽ അയാൾ പൂർണ്ണമായി ഡൗൺ ആയി. ആ ഒരു പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് കേസുകളൊക്കെ, ഇങ്ങനത്തെ കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളാണെങ്കിലും ചെയ്യാത്തൊരു കാര്യം, അതും ഒരു പബ്ലിക് ആയിട്ട് ഇത്രയും ആളുകൾ തന്നെ ഈ ഒരു കുറഞ്ഞ സർക്കിൾ തന്നെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി നാട്ടുകാർക്ക് മുമ്പിൽ എങ്ങനെ പോകും, എന്റെ കുടുംബത്തിന് മുമ്പിൽ എങ്ങനെ പോകും? അതുമല്ല, ആ ഫാമിലി നോക്കുന്ന സമയത്ത് ഒരു മകൻ എന്നാണ് അയാള് ആ ഒരു നല്ലൊരു പാറ്റേണിൽ അത് ഇമോഷൻസ് എല്ലാം കൊടുത്ത് വളർന്നിട്ടുള്ള, പബ്ലിക് സോഷ്യൽ ഇന്ററാക്ഷൻ കുറവാണ് അയാൾക്ക്.
പിന്നെ അതേപോലെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്. ഇതൊക്കെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഇത് വരുന്ന സമയത്ത് അയാൾക്ക് താങ്ങാൻ പറ്റി കാണില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതല്ല, അത് മാറി. നമ്മളെ ഈ ഒരു 2000 ആഫ്റ്റർ ദാറ്റ് ഇപ്പൊ വരുന്ന ഈ ഒരു ന്യൂ ജനറേഷൻ കിഡ്സുകൾക്ക് അവർക്ക് എന്താണ് ചെയ്യുക, സൈബർ ബുള്ളിങ്, ട്രോളിങ്, അതേപോലെ മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ആള് ഒരു, ഞാൻ ഉദാഹരണം പറയും, കേസ് വന്നതാണ്. ഏകദേശം വീട്ടിൽ നിന്ന് ക്യാഷ് മോഷ്ടിക്കുന്നത് 1 ലക്ഷത്തിന് അടുത്ത് വരെ. ആദ്യം ഒരു 7,000 എടുത്തു, പിന്നെ 5,000 എടുത്തു, പിന്നെ അവസാനം എടുത്തത് 85,000 രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് എടുത്തത്. ഒരു 14-13 വയസ്സുള്ള ആൺകുട്ടിയാണ്. എന്നിട്ട് അവനോട് ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനിപ്പോ എന്താ പ്രശ്നം, എന്റെ വീട്ടുകാർ ക്യാഷല്ലേ, അപ്പൊ നീ എന്തുകൊണ്ട് ചോദിച്ചെടുത്തില്ല? എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പറയാണ് നേരെ ഇരുന്നിട്ട് നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട്. കാരണം അവർക്ക് ഷെയിമല്ല ഈ ഒരു സംഭവങ്ങളും. അവിടെ നമ്മളൊന്ന് ശ്രമിക്കേണ്ട, ഇന്നത്തെ തലമുറക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു അവയർനെസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ ജനറേഷന് എന്ന് നമ്മൾ അനങ്ങിയാല്, വൈകുന്നേരം വീട്ടിൽ ഒന്ന് ഇറങ്ങി 6 മണിക്ക് വീട്ടിൽ കയറിയിട്ടില് 6:05 പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയാ. നമ്മൾ കറക്റ്റ് ആയിട്ട് വിശദീകരണം അവിടെ കൊടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യം അതാണോ? നമുക്ക് അന്നൊരു ആങ്സൈറ്റി ഇല്ലായിരുന്നു, ഡിപ്രഷൻ ഇല്ലായിരുന്നു, ഒരു സോഷ്യൽ വിഡ്രോവൽ ഇല്ലായിരുന്നു. നമുക്ക് എല്ലാ മേഖലയും പകൽ സമയത്തും എവിടെയും നമുക്കൊരു സുരക്ഷിതത്തോടു കൂടി സഞ്ചരിക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾ എന്താ, 3 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ആങ്സൈറ്റി തുടങ്ങുകയാണ്, 5-ാം വയസ്സിൽ ഡിപ്രഷൻ തുടങ്ങുകയാണ്, അത് കഴിഞ്ഞ് ADHD വരികയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇതൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെയാണ്. അപ്പം ഏതായാലും ഞാൻ കൂടുതൽ അങ്ങ് പോകുന്നില്ല, ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട്. ഏതായാലും നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു. ഒരുപാട് നമുക്ക് ഇരുന്ന് ചിന്തിക്കണം. ഇന്നത്തെ ഒരു സെഷന് കൂടി നമുക്കൊരു ഷെയിം ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് എനിക്ക് ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാം, ഏത് രീതിയിൽ എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഇന്നത്തോടു കൂടി കൊണ്ടുവരണം എന്നുള്ളതാണ്. യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക, നോ പറയേണ്ടത് നോ പറയുക. താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു നിസാർ ഇതിൽ സർ. കൂടെ ഒന്ന് സർ, പിന്നെ സർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ ആണ് പൊതുവെ എല്ലാവരും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ക്ഷമയില്ല. അതുപോലെ ഒരു റെസിലിയൻസ് പവർ, ഇപ്പൊ നമുക്കാണെങ്കിലും ചെറുപ്പത്തില് എല്ലാം ഇത് പറഞ്ഞ പോലെ മോറൽ വാല്യൂസും നമ്മൾ സ്കൂളുകളിൽ പാരന്റ്സിന്റെ അടുത്ത് നിന്നാണെങ്കിൽ പോലും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ടീച്ചേഴ്സ് നമ്മളെ അടുത്ത് വരുമ്പോൾ ക്ലാസ് പെട്ടെന്ന് തന്നെ നമ്മൾ പുസ്തകം തുറക്കുകയല്ല ചെയ്യുന്നത്. അവര് നമ്മൾ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു തരുന്നുണ്ട്, മോറൽ വാല്യൂസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്നേഹത്തിനെ കുറിച്ചും കെയറിങ്ങിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ തന്നെയാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തതും നമ്മളൊരു റെസിലിയൻസ് പവർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തതൊക്കെ. നമ്മൾ ഒരുപാട് അതിനെ ഫേസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടും പല പാരന്റ്സും ഇപ്പൊ മക്കളെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ പല സെഷൻസിലും വരുമ്പോൾ അവരെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ ഒരു ജനറേഷനിലൊക്കെ, കുറച്ചും കൂടി മുന്നിലുള്ള ഈ ഒരു ജനറേഷനിലൊക്കെ നമ്മൾ എത്ര ഭാഗ്യാണെന്നുള്ളത്. കാരണം അന്ന് നമ്മൾ പാരന്റ്സിനെയാണ് പേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മക്കളെ പേടിച്ച് ജീവിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പൊ സെഷനിലൊക്കെ വരുമ്പോൾ പാരന്റ്സ് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ പല ഇമോഷൻസും, അവരിപ്പോ ഒരു മരണ വീട്ടിൽ പോലും നമ്മൾ മക്കളെ കൊണ്ടുപോകാൻ പാടില്ല. അവരും ഇമോഷൻസ് ഒക്കെ അറിയണം ശരിക്ക്. എന്താണ് ഒരാൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ നിന്നും മക്കളെ ഇന്ന് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയണം. പാരന്റ്സ് അതുപോലെ തന്നെ ഒരു ടീം വർക്ക് ആയിട്ട്, ഒരാൾക്ക് ഒരു അഭിപ്രായം മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം ആകുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആവും. അപ്പൊ ഒരു ടീം വർക്ക് ആയിട്ട് തന്നെ പാരന്റ്സും അതിനെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളൊരു പ്ലഷർ മാത്രമല്ല നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്, അതിന്റെ കൂടെ തന്നെ നമുക്കൊരു മൊറാലിറ്റി പ്രിൻസിപ്പിളും കൂടി കൂടുതൽ നമുക്ക് നമ്മൾ ഓൺ പെർസീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ പാരന്റ്സും ടീച്ചേഴ്സും നമ്മളെ സമൂഹത്തിലുള്ള എല്ലാവരും നമുക്ക് അതിനുള്ളൊരു ഇത് ഉണ്ടാക്കണം, ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അതെ അതെ, വളരെ കറക്റ്റ് ആണ്. ആ ഒരു സോഷ്യൽ അവയർനെസ്സും നമ്മൾ ആ ഒരു മൊഡാലിറ്റി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കുറെ ഇതേപോലെ മാറ്റങ്ങൾ വരും. ഈ ഒരു തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വയനാട് ഒരു കുട്ടീനെ ക്രൂരമായിട്ട് മർദ്ദിച്ചില്ല, 4 പിള്ളേർ കൂടിയിട്ട്. അത് എന്ത് കാരണമാണ്? അവന്റെ ഒരു കാര്യം, അവർ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായതാണ്, അവർ അങ്ങോട്ട് കൊടുത്തിട്ട് അവനെ പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പബ്ലിക് ആയിട്ട്, എന്നിട്ട് അവരെന്നാ എടുത്ത് വീഡിയോ. അവർക്കൊരു പ്രശ്നവുമില്ല, അവർ സുഖമായിട്ട് യുവനക്കോവിൽ അവിടെ താമസിക്കുന്നുണ്ട്. കാരണം ഇവരെ പാരന്റിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം നമ്മള് കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാല്
കറക്റ്റ് സമയത്ത് തന്റെ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നുണ്ടോ, ആ ഒരു സ്കൂൾ സമയം കഴിഞ്ഞിട്ട് അവൻ എങ്ങോട്ടാണ് പോകുന്നത്, അല്ല അവൾ എങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു കുട്ടി, ഒരു പാരന്റ് കംപ്ലൈന്റ് പറഞ്ഞത് എന്താണ്, മകള് 9 മണിക്കാണ് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നത്, +2 ഉള്ള കുട്ടിയാണ്, എന്റെ അച്ഛനും ഗൾഫിലാണ്. എന്നിട്ട് ആ കുട്ടീനോട് ചോദിച്ചപ്പോ കുട്ടിയുടെ എന്താണ് കൈ കിട്ടിയത്, എന്തോ ഒരു കനുള്ള സാധനം എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അത് അമ്മയുടെ മുഖത്ത് കിട്ടിയിട്ട് അത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പൂർണ്ണമായി ഡൗൺ ആയി. അപ്പോ ഈ ഒരു മകള് ചെയ്തിട്ട് ആ പ്രവൃത്തിയിൽ അയാളെ ആ ഒരു അമ്മയുടെ ഈ പറഞ്ഞതുപോലെ അയാൾക്ക് മകൾക്ക് മുഖത്തേക്ക് നോക്കാൻ പേടി, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം ഇനി അവർ അതേ കുഞ്ഞിന്റെ മോൾ ഇതേപോലെ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ഇതേപോലെ ഇൻസിഡൻസുകൾ നമ്മൾ അറിഞ്ഞും അറിയാതെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആരും ഇത് എന്റെ വീട്ടിലല്ല, അത് മറ്റൊരു വീട്ടിലാണ്, അത് എവിടെയാണ് എന്നുള്ള ധാരണ കൂടെ പോകുന്നത് കൊണ്ട്, കാരണം നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയും. അതെ അതെ. അതുവരെ അപ്പൊ ഞാൻ ഈ ഒരു സർക്കിളിലല്ല കേട്ടോ, പൊതുവെ ഒരു ജനറൽ ഇത് പറയാണ്. ഓക്കെ, ഏതായാലും കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. നല്ല സെഷനായിരുന്നു. മാം ഇപ്പം പറഞ്ഞ ഈ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷന് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഇപ്പം നമ്മളെല്ലാം ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നവരായിരിക്കും കൂടുതൽ ആളുകളും, അതല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ്. പക്ഷെ പിന്നീട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫീല് വരും, നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ മക്കൾക്ക് കിട്ടിക്കോട്ടെ, നമുക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അവിടെയാണ് പലപ്പോഴും നമ്മൾ തുടക്കത്തിലൊക്കെ അവർക്കെല്ലാം ചെയ്തു കൊടുക്കും, പക്ഷെ പിന്നീട് അത് അവർക്ക് അത് അത്യാവശ്യമായിട്ട് മാറും. അവർക്ക് ഈ ആവശ്യവും അത്യാവശ്യവും തമ്മിലുള്ള ഡിഫറൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. നമ്മളാണെങ്കിൽ അതിനെ പ്രൊമോട്ടും ചെയ്യും. അപ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ, അതുപോലെ അവർക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പം അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നതും വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ വാശി പിന്നീട് ലൈഫിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നെങ്കിലൊക്കെ അവർക്ക് ഉണ്ടാവും. ഈ പറഞ്ഞ റെസിലിയൻസ് പവറൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ മാം എടുത്ത ടോപ്പിക്ക് ഈ ഷെയിമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മൾ പലപ്പോഴും ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ തമാശകളൊക്കെ പറയുമല്ലോ ചിലപ്പോൾ ഒക്കെ, പക്ഷേ പലപ്പോഴും ചില തമാശകളൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ആളുകളെ. അത് നമ്മൾ ഒരു തമാശ രൂപത്തിലായിരിക്കും പറഞ്ഞത്, പക്ഷെ അവർക്കത് ചിലരത് ആ രീതിയിൽ എടുക്കില്ല. അതുപോലെ ഗോസിപ്പ് പറയുന്നതൊക്കെ വലിയ നിസ്സാരമാണെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യം മതിയായിരിക്കും മറ്റേ ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാനും അല്ലെ അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാവാനൊക്കെ. അപ്പം പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ മറ്റേ ആളെ പൂർണ്ണമായിട്ടും മറന്നതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ്. നമ്മൾ ഏത് തരം ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലുള്ള ഗോസിപ്പ് വർത്തമാനങ്ങളൊക്കെ ആണെങ്കിലൊക്കെ ഒഴിവാക്കുക. എന്തായാലും നല്ല സെഷനായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. അതെ, സർ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ മറ്റുള്ളവർ ഇപ്പൊ തമാശ പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് രീതിയിലും പറയാം, പക്ഷെ അതിൻ്റെ ഒരു സ്പേസ് ഉള്ള ഇടങ്ങളിൽ നമ്മൾ പറയുക. അത് ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അത്തരത്തിലൊന്നും പോവാതിരിക്കുക. അല്ലെങ്കിൽ ഒരു റിലീജിയസ് ചില സെൻസിറ്റീവ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സുകൾ ഉണ്ടാവും റിലേറ്റ് ചെയ്യുന്ന, അതിലൊക്കെ ചില ആളുകൾക്ക് തമാശ പറഞ്ഞാലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പോവാതിരിക്കുക. ആ സ്പേസ് ഉള്ള ഇടങ്ങളിൽ നമ്മൾ തമാശകൾ നമ്മൾ എക്സ്പോസ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെക്ഷനായിരുന്നു. ഞാൻ മാം ഇത് പറഞ്ഞപ്പം ഷെയിം എന്നുള്ള ടോപ്പിക്ക് നല്ല ഒരു ടോപ്പിക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ്. അപ്പം 10th പഠിക്കുന്ന ഒരു ചേച്ചി, അപ്പം ഞങ്ങൾ ഗേൾസ് ഉള്ളി അങ്ങനെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ബോയ്സ് എന്തോ കമൻറ്റ് പറഞ്ഞു, ബോഡി ഷെയിം എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് സൂയിസൈഡ് ചെയ്തു. അപ്പം പിറ്റേ ദിവസം ഞങ്ങളിത് അറിഞ്ഞപ്പം, ഞങ്ങളൊക്കെ ചെറിയ മക്കളാണല്ലോ, ഞങ്ങൾക്ക് ഞെട്ടലായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ആ വേർഡൊക്കെ കേൾക്കുന്നത് തന്നെ. അപ്പം മാം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് അതാ. അതും സ്കൂൾ ടോപ്പർ, കാണാനും നല്ല സുന്ദരി. അപ്പം കാണുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ റെസ്പെക്റ്റോടെ നോക്കുന്നത്. ചേച്ചിയൊക്കെ സ്കൂൾ ലീഡറാണ്, അപ്പം അത്ര ബോൾഡായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ബോയ്സ് കമൻറ്റ് പറഞ്ഞു, പക്ഷെ ഇത് സഹിക്കാൻ പറ്റിയില്ല. അത് വീടിന് വളരെ കുറച്ച് അടുത്ത് വെച്ചിട്ട്. അപ്പം പേരൻസ് ഒക്കെ വർക്കിംഗ് ആണ്, വീട്ടിൽ വൈകിട്ട് ചെല്ലുന്ന സമയത്തും ആരുമില്ല. അപ്പം പെട്ടെന്ന് ആ ഒരു ഇമോഷനിൽ ചെയ്തതാ. മാം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കണക്റ്റ് ആയി. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു മാം. താങ്ക് യു.
താങ്ക് യു. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. ചില ഇമോഷൻസ് നമുക്ക് ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില ഷെയിമുകൾ നമ്മളെ ബ്രെയിന് താങ്ങാൻ പറ്റില്ലെന്നാണ് ചില റിസർച്ചിൽ പഠനങ്ങൾ പറയുന്നത്. ആ ഒരു ഇതിലാണ് ഇപ്പൊ ചില ക്ലയൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ക്ലയന്റിന് ഒരു കുട്ടി സ്കൂളില് എല്ലാവരുടെ മുന്നിലും വെച്ച് മാത്സ് ടീച്ചർ അവന്റെ അടുത്ത് പറഞ്ഞു, നീ എവിടെ എത്തൂല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരൊറ്റ വേർഡ് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ഇവൻ ഇപ്പോഴും അത് സഫർ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അവന് ഡ്രഗ് അഡിക്റ്റ് ആയി. ഇപ്പോഴും അവന്റെ ഒരു ഇത് എന്ന് പറയുന്നത് അവനെ ഒന്നിനും കൊള്ളില്ല എന്നല്ല, ആ പബ്ലിക്കലി അവനെ പറഞ്ഞ ഷെയിമാണ്, അവൻ എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഷെയിമാണ്. അപ്പൊ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളാണെങ്കിലൊക്കെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് തന്നെ ചെയ്യും. ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ടോക്കും കൂടി ആവുമ്പോൾ ചിലപ്പോൾ അത് ഒന്നും കൂടെ നമ്മളെ എഫക്റ്റ് ചെയ്യും. അതെ മാം, ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പല ടൈപ്പ് കുട്ടികൾ വരുമല്ലോ. നന്നായിട്ട് പഠിക്കുന്നവർ വരും, ഒട്ടും പഠിക്കാത്തവർ വരും. പക്ഷെ ഒരു സ്കില്ല് കണ്ടെത്തി ഞാൻ എപ്പോഴും അവരെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിനക്ക് ഈ ഒരു സ്കില്ലുണ്ടല്ലോ, നീ അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി, നീ എങ്ങനെയെങ്കിലും പാസ്സാവാൻ നോക്ക്. എന്നിട്ട് സ്പോർട്സിലാണോ, അല്ലെങ്കിൽ ഇപ്പം ഗേൾസ് ഒക്കെ ആണെങ്കിൽ സുംബയൊക്കെ നന്നായിട്ട് ചെയ്യും അവർ, ഡാൻസ് ഒക്കെ സ്കൂളിൽ കോമ്പറ്റീഷന്. അപ്പം അത് പോളിഷ് ചെയ്തെടുത്താൽ മതി, അതിനൊക്കെ നല്ല എന്താണ് ക്യാഷ് കിട്ടും മന്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഈ മാം പറഞ്ഞ ഈ ടോപ്പിക്ക് കണക്റ്റഡ് ആണ് അതെല്ലാം. അപ്പം എല്ലാവർക്കും ഈ ഇമോഷൻസ് ഇപ്പം നമുക്കായാലും ഈ ഷെയിമൊക്കെ എപ്പോഴും വരുന്നതാണ് ഓരോ സിറ്റുവേഷനിൽ. എന്തായാലും നല്ലൊരു അതെ അതെ ടോപ്പിക്കായിരുന്നു മാം. താങ്ക് യു. അതെ, നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു വേർഡ് പോലും, ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ പഴയ കുട്ടികളോട് സംസാരിക്കാൻ പറ്റില്ല, അവരോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. കാരണം അവരതൊരു വിദ്വേഷമായിട്ടൊക്കെയാണ് ഇപ്പൊ എടുക്കുന്നത് പല കാര്യങ്ങളും, അല്ലെ? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ തല്ല് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിലപ്പം സാർമാരൊക്കെ എന്നൊക്കെ എൻ്റെ മാത്സ് ടീച്ചർ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും അവരൊക്കെ സ്നേഹത്തോടെയാണ് കാണുന്നത്. കാരണം അവർ ആ ഒരു ഇന്റൻഷൻ അല്ല എന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു എമ്പതി നമ്മളിൽ നമ്മളെ പാരൻസും നമ്മളെ സമൂഹമൊക്കെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഈ ഫോണിലും ഇതിലും ഈ സൊസൈറ്റിയിലൊന്നും അടുത്ത് ഇടപഴകാണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ മൈൻഡ് എന്താണ്, ഒരു റിജിഡ് ആയിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളോട് ഇപ്പോൾ നമ്മൾ പഴയ പോലെ നമുക്ക് എന്തായാലും ബിഹേവ് ചെയ്യാൻ പറ്റില്ല. അവരോട് സംസാരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ അത് അവരെ ബ്രെയിനിൽ പല ഭവിഷ്യത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതെ അതെ മിസ്, അതെ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാൻ സാറൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്തായാലും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു മാം. നല്ലൊരു സെഷൻ ആയിരുന്നു. പറഞ്ഞ പോലെ സമകാലിക സാഹചര്യങ്ങൾ വെച്ച് നമ്മള് ഷെയിം മാറ്റി എമ്പതി കൊണ്ടുവരേണ്ടതിന്റെ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയില് നമ്മള് നമുക്കറിയാത്ത കാര്യങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു തെറ്റ് പറ്റിയാല് അഥവാ സംഭവിച്ചു എന്ന് തന്നെ കരുതുക, അത് നമ്മൾ റീകവർ ചെയ്ത് അതെങ്ങനെ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതെ, സാറിന്റെ മ്യൂട്ടായിട്ടുണ്ട് തോന്നുന്നു. അതെ, ഇവിടെ ഫ്ലൈറ്റ് പോകുന്നത് അത് ഡിസ്റ്റർബ് ആണെന്ന് എഴുതി മ്യൂട്ടാക്കിയതാണ്. അപ്പോ നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കേണ്ട ഒരു കാര്യം, നമ്മള് മിസ്റ്റേക്ക് പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്തി മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നമ്മള് അപ്പൊ അതിന്റെ പേരില് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ തിരിച്ചു മുന്നോട്ട് വരിക. മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിൽ നമ്മള് അങ്ങനെ എന്താ പറയാ ഇൻസൾട്ടഡ് ആവാതെ നമുക്ക് നോക്കേണ്ടതാണ്. അപ്പോ ഇതുപോലുള്ള ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ഭാഗത്ത് നമുക്ക് എന്താ പറയാ ശരിയാണെന്ന് തോന്നുന്നു ചെയ്യുക. ഇപ്പോ
ചന്ദ്രമാൻ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറഞ്ഞു. പലരും പലതും പറയും. പക്ഷെ ഇവിടെ നാട്ടില് കോടതി ഉണ്ട്, നിയമങ്ങളുണ്ട്. ഇതിലൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവിടെ ചെയ്യാതിരിക്കാന്നുള്ളതാണ്. ദീപക്കിനും അത് ചെയ്യായിരുന്നു സത്യം പറഞ്ഞാല്. പക്ഷെ നമ്മളെ നാട്ടിലൊരു സിസ്റ്റം അത് ആയിപ്പോയി. ഇതിനെക്കുറിച്ച് ഒരു ബന്ധമില്ലാത്തവർ പോലും അതിനെ വലിയ രീതിയിൽ കമന്റ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് അത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ജഡ്ജ് ചെയ്യുക, നമ്മളെ അത് അല്ലെങ്കിൽ അതില് താഴ്ത്തിരിക്കുക. സോറി. അപ്പോ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ശീലമായിട്ട് തോന്നി ഈ എമ്പതി എന്നുള്ളത്. നമ്മളുടെ മിസ്റ്റേക്ക് പറ്റിയാലും നമ്മളത് തിരിച്ച് മുന്നോട്ട് പോവാ എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു കറേജ് നമ്മൾ അതെ അതെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതെ. ഫവാസ് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പൊ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിരുത്താനുള്ള ഒരു അവസരം വേണമല്ലോ. അപ്പൊ ഈ കേസിലാണെങ്കിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ മൊത്തത്തിലൊരു സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിചാരണയ്ക്ക് വേണ്ടി നമ്മളൊരു സമൂഹത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനെതിരെ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാണ്ട് നമ്മൾ ഒരു തെറ്റിന് ഇൻ കേസ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എടുക്കേണ്ട രീതികൾ കുറച്ച് ഈ എമ്പതി ഉണ്ടെങ്കിൽ വേറൊരു രീതിയിലായിരുന്നു അതിന് നമ്മൾ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലെ. മനുഷ്യരാരും പെർഫെക്റ്റ് അല്ല. നമ്മളിലും ഉണ്ട് ഒരു ചെകുത്താനും ഉണ്ട് ഒരു ദൈവവും ഉണ്ട് പറഞ്ഞ പോലെ നമ്മളെ ഒരു നല്ല വശങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ആരും പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. നമ്മളെ ജഡ്ജ് ചെയ്യാൻ നമുക്കും നമ്മളൊരു ക്രിയേറ്ററിന് മാത്രമേ അവകാശമുള്ളൂ. കാരണം നമ്മൾ ആർക്കും അറിയില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ആർക്കും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവകാശമില്ല. ദൈവത്തിനും നമുക്കും മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തെറ്റുകൾ പറ്റുന്നത് സർവ്വസാധാരണമാണ് നമ്മളെ മനുഷ്യന്. അത് ഏത് റിലീജിയൻ ആണെങ്കിലും പറയുന്നതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതിന് നമ്മൾ അംഗീകരിക്കാനും റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക, അവസരങ്ങൾ കൊടുക്കുക, അയാൾ നന്നാവാനും നല്ല രീതിയിലോട്ട് എത്താനും. ഓക്കെ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ. യെസ് യെസ് നിസാബ് സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ലെ, ബുക്കിന്റെ ഓരോ പേജും അല്ലെ ഒരു പേജ് മാത്രമാണ്, അതിനെ ബുക്കായിട്ട് കാണാതിരിക്കുക. അതെ അതെ അതെ, ശരിയാണ്. പേജിനെ ബുക്കായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഇത് അവസാനിച്ചു എന്ന് തോന്നുന്നത്. ഈ പേജ് അതെ അവസാനിച്ചു, അടുത്ത പേജ് കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളത് വരാനുണ്ട് എന്ന് അല്ലെ പ്രത്യാശിക്കുക. അതെ അതെ. അപ്പൊ എല്ലാരിലും എമ്പതി വളരട്ടെ അല്ലേ? അതെ, തീർച്ചയായും. അതെ അതെ, അതെ എന്തായാലും നല്ലൊരു സെഷൻ, എന്തായാലും നല്ലൊരു ഉണർത്തായിട്ടുള്ള ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് യോജിച്ച ഒരു ടോപ്പിക് ആയിരുന്നു. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, എവറിബഡി ഹാവ് എ ഗുഡ് ഡേ. Thank you, ma'am. All of you. A good day. Bye. നിസാർ സർ, താങ്ക് യു സൂസൻ മാം. താങ്ക് യു ചന്ദ്ര മാം. ഹാവ് എ ഗുഡ് ഡേ ഫോർ എവരി വൺ. നിസാർ സാറിന്റെ ക്ലാസ് രാത്രി ഉണ്ട് 7 മണിക്ക്. എല്ലാരും ജോയിൻ ചെയ്യുക. ഒരു പ്രീ വെബിനാർ ഉണ്ട് കേട്ടോ, വൈകുന്നേരം 7 മണിക്ക്. പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ടോപ്പിക് താങ്ക് യു. എന്ന് പറയും മാരേജ് കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. Oh, താങ്ക് യു. thank you, sir. ഓക്കെ, താങ്ക് യു ഓൾ. നമ്മളെ ഗ്രൂപ്പിൽ ഹാവ് എ നൈസ് ഷെയർ ഡേ. ചെയ്യില്ല ലിങ്ക്?
ഷെയർ ചെയ്യും. ശരി. മോർണിംഗ് സർക്കിളിൽ ഷെയർ ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. ബൈ. ഗുഡ് ഡേ. കുറച്ച് നമ്മുടെ ചന്ദ്രന്റെ സൗണ്ട് കേട്ടു. എന്തായാലും എല്ലാവരും ഹോപ്പ് ഓൾ എവരിവൺ ഈസ് ഗുഡ്. താങ്ക് യു സർ.